നമസ്കാരം. കൂത്തുപറമ്പ് എം.എൽ.എ കെ.പി. മോഹനനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ 25 പേർക്കെതിരെ ചൊക്ലി പോലീസ് സ്വമേധയാ കേസെടുത്തു. ലഹളയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് എം.എൽ.എ തടഞ്ഞതെന്ന് എഫ്ഐആറിൽ പറയുന്നു. കരിയാട് അങ്കണവാടി ഉദ്ഘാടനത്തിനെത്തിയപ്പോഴായിരുന്നു ഡയാലിസിസ് സെന്റർ സമരസമിതി അംഗങ്ങൾ എം.എൽ.എയുടെ വാഹനം തടയുകയും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത്. കരിയാട് പ്രവർത്തിക്കുന്ന തണൽ ഡയാലിസിസ് സെന്ററിൽ നിന്നുള്ള മാലിന്യം കുടിവെള്ളത്തിൽ കലരുന്നതിനെതിരെ 2.5 വർഷമായി നാട്ടുകാർ സമരത്തിലാണ്. വിഷയത്തിൽ എം.എൽ.എ ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സംഭവത്തിൽ തനിക്ക് മർദ്ദനമേറ്റിട്ടില്ലെന്നും പരാതി നൽകുന്നില്ലെന്നും എം.എൽ.എ പോലീസിനെ അറിയിച്ചിരുന്നു. എന്നാൽ ബലപ്രയോഗം അംഗീകരിക്കാനാവില്ലെന്ന ആർ.ജെ.ഡിയുടെ നിലപാടിനെ തുടർന്നാണ് പോലീസ് സ്വമേധയാ കേസെടുത്തത്. സംഘം ചേർന്ന് തടഞ്ഞുവെച്ചുവെന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പ്രതിഷേധക്കാർക്കിടയിലൂടെ എം.എൽ.എ നടന്നു പോയപ്പോഴായിരുന്നു കയ്യേറ്റം. പെരിങ്ങത്തൂരിൽ അംഗനവാടി ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു എം.എൽ.എ. ഒറ്റയ്ക്കായിരുന്നുവെന്നും സംഭവത്തിൽ പാർട്ടിക്കാരോ മറ്റോ ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രകോപിതരായ പ്രതിഷേധക്കാർ എം.എൽ.എയെ തള്ളുകയും വാക്കേറ്റമുണ്ടാക്കുകയും ചെയ്തതായും സൂചനയുണ്ട്. അതേസമയം നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CPM പാനൂർ ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ പാനൂർ നഗരസഭയിലെ 28-ാം വാർഡായ കരിയാട് പുതുശ്ശേരി പള്ളിയിൽ എം.എൽ.എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ കെ.പി. മോഹനൻ എം.എൽ.എയെ തടയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്ത നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും പാനൂർ നഗരസഭയുടെയും പരിഗണനയിലുള്ള തണൽ അഭയ ഡയാലിസിസ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നത്തിൽ പൊതുജന പരിപാടിക്കെതിരെ ജനപ്രതിനിധിയെ തടയുന്ന നടപടി ജനാധിപത്യ വിരുദ്ധവും ജനാധിപത്യത്തിന് നേരെയുള്ള കയ്യേറ്റവുമാണ്. ഇത്തരം ചെയ്തികൾക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നു വരണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുന്നുവെന്നുമാണ് കുറിപ്പ്.